ഡേ 13 ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാനേജ് ടൈപ്സ് എല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഡേ 12 ഒന്ന് രണ്ടാമത് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദറ്റ് നവൻസ് യു വാച്ചിങ് BBC ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലോ. ഡേ 12 നമ്മൾ അറിഞ്ഞത് ലാസ്റ്റ് പാർട്ട് ഓഫ് പോപ്പുലർ വെയിറ്റ് ലോസ് ഡയറ്റിനെ പറ്റിയാണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 അറിയണമെങ്കിൽ ഡേ 10, ഡേ 11, ഡേ 12 എന്ന് പറഞ്ഞ് കണ്ടാൽ മതി. ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈപ്സ് ഒക്കെ അറിയണമെന്ന് മുമ്പ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നൊന്ന് റീഹാഷ് ചെയ്തിട്ട് തുടങ്ങാം. സോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഒരു ഡയറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും സൂട്ടബിൾ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഈ ഡയറ്റ് വേറെയുള്ള ഡയറ്റിലെ പോലെ ലോ കാർബ്സ് ലോഡ് ചെയ്യണം, ഹൈ കാർബ്സ് ലോഡ് ചെയ്യണം, നോ ഫാറ്റ് ആണ്, ഫുൾ ഫാറ്റ് ആണ്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ ഈ ഡയറ്റിലുള്ളപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ജ്യൂസ് കഴിക്കുക, സൂപ്പ് കുടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ ആകെയുള്ള ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേൺ, ഈറ്റിംഗ് പാറ്റേണിൽ പറഞ്ഞാൽ ഈറ്റിംഗ് ടൈമിൽ വേണം മാത്രം ഇതൊക്കെ കൺസ്യൂം ചെയ്യാവുന്നത്. ബാക്കിയുള്ള ഫാസ്റ്റിംഗ് സമയത്ത് ഒന്നും കഴിക്കാനും പാടില്ല. അത്രയും സിമ്പിളാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മുടെ മാക്സിമം എമൗണ്ട് ഓഫ് ഫാസ്റ്റിംഗ് പീരീഡിൽ നമ്മൾ ഉറക്കമൊരിക്കും. യെസ്, സോ നമ്മൾ രാത്രി ആ ഫാസ്റ്റിംഗ് തുടങ്ങണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു 8 o'clock അല്ലെങ്കിൽ 7 o'clock വരെയൊക്കെ ഉറക്കമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു എന്താണ് 7 to 8 hours നമ്മൾ ഉറങ്ങിക്കൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ചെയ്ത് നമുക്ക് ഫുഡ് ക്രേവിങ്സ് ഒന്നും ഉണ്ടാകാണ്ട്, വിശപ്പൊന്നും എടുക്കാണ്ട് സിമ്പിളായിട്ട് തീർത്ത് പിന്നെ കഴിഞ്ഞിട്ടുള്ള ഒരു 5 മണിക്കൂർ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്താൽ നമുക്ക് ഒരു 12 തുടങ്ങി 13 മണിക്കൂറുള്ള ഒരു എന്താണ് ഫാസ്റ്റിംഗ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ AFD എന്നാണ്, ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ്. IFൻ്റെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കും, പിന്നെ ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല. പിന്നെ ഭക്ഷണം കഴിക്കാത്ത ദിവസത്തിലുള്ളൊരു കൂൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം കഴിക്കുന്ന കാലറി എമൗണ്ടിൻ്റെ 30% നമ്മൾ ഭക്ഷണം കഴിക്കാത്ത ദിവസം കണ്ട ഫാസ്റ്റിങ്ങിലായിരിക്കണം, ഹോൾ ഡേ ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലിക്വിഡായിട്ട് അത് കൺസ്യൂം ചെയ്യാം. നിങ്ങളുടെ കാലറി ഇൻടേക്ക് എത്രയാണോ ആദ്യത്തെ ദിവസം അതിൻ്റെ 30%. ഇങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കാലറി ഇൻടേക്ക് എന്തായിരിക്കണമെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എൻ്റെ 4th ഡേയിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കാലറി എത്ര കൺസ്യൂം ചെയ്യണമെന്നുള്ളത് അറിയാൻ വേണ്ടി എൻ്റെ 4th ഡേ വീഡിയോ കാണാൻ മറക്കണ്ട, ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് ഉള്ളത് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ്, ESE. IFൻ്റെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ 24 മണിക്കൂറും കാലറി ഫ്രീ ആയിരിക്കും. അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണമെങ്കിൽ ചെയ്യുക, അത് 2 ദിവസം ചെയ്യണമെങ്കിലും ചെയ്യുക. ആൻഡ് അവർ തേർഡ് പോയിന്റ് 5:2. IFൻ്റെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ 2 ദിവസം ഫാസ്റ്റിങ്ങിലായിരിക്കും. ആൻഡ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫാസ്റ്റിങ്ങിലാകുന്ന ഒരു ദിവസത്തിൽ നമുക്ക് 500 തുടങ്ങി 600 കാലറി വരെ നമുക്ക് കൺസ്യൂം ചെയ്യാം, വെദർ ഇറ്റ്സ് ബൈ ചൂയിങ് ഓർ ഡ്രിങ്കിങ്. ഈ ഒരു പാറ്റേൺ ഏത് ദിവസത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആൻഡ് ടു ദ ഫോർത്ത് പോയിന്റ് 16/8. 16/8ന് IF മെത്തേഡിൽ ലീൻ ഗെയിൻ നടക്കാൻ പറയാറുണ്ട്. ഇതിൽ നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്ത് ബാക്കിയുള്ള 8 മണിക്കൂറിലാണ് ഭക്ഷണം കഴിക്കണം. 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ചക്ക് 12 തുടങ്ങി രാത്രി 8 വരെ. അപ്പോൾ ഈ ഒരു ടൈം സ്പാനിനുള്ളിൽ നിങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മുടെ ലാർജ് എമൗണ്ട് ഓഫ് ഫാസ്റ്റിംഗ് അവർ നമ്മൾ ഉറങ്ങിക്കൊണ്ടായിരിക്കും ഫാസ്റ്റിംഗ് ചെയ്യണം, ആസ് ഐ ടോൾഡ് ഇൻ ദ ബിഗിനിങ്. ആൻഡ് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് വാട്ടർ ഫാസ്റ്റിംഗ്. പേര് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ഡയറ്റ് ചെയ്യണ സമയത്ത്, അതായത് ഫാസ്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ഇതിനെ ഡീറ്റോക്സ് ഡയറ്റ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഹാംഫുൾ ടോക്സിൻസ് ഒക്കെ പുറത്തോട്ട് കൊണ്ടുവരാൻ ഫിൽറ്റർ ചെയ്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടോപ്പിക്ക്. ഇതങ്ങനെ പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാറില്ല. ആൻഡ് ഇത് കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വെയിറ്റ് അപ്ഡേറ്റിൻ്റെ ഒപ്പം വിച്ച് ഇസ് ഓൺ ഡേ 14th അതിൻ്റെ ഒപ്പം നമുക്ക് കവർ ചെയ്തെടുക്കാം. സോ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോഴും കാണുന്ന മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണില്ലെന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് എനിക്ക് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺ ആൻഡ് സീ യു സൂൺ. ബൈ.